അപ്പോൾ നമുക്കിന്നേ ശുദ്ധമായ മഞ്ഞപ്പൊടി വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് മഞ്ഞൾ പറിച്ചാലോ? നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ടായ മഞ്ഞളാണ് കേട്ടോ അതിന് വേണ്ടി പറിക്കുന്നത്. അപ്പോൾ മഞ്ഞൾ പറിക്കേണ്ട സമയമായി എന്ന് മനസ്സിലാവുന്നത് എങ്ങനെയാണെന്നറിയോ? എല്ലാവർക്കും അറിയാം, മഞ്ഞളിൻ്റെ അലയൊക്കെ നല്ലതുപോലെ കൊഴിഞ്ഞ് അത് വാടി തളർന്ന് കിടക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാവാം മഞ്ഞളെല്ലാം റെഡി ആയിട്ടുണ്ട്, പറിക്കാറായിരുന്നു. അപ്പം ഞാനൊരു ചെറിയ കടയാന്ന് വെച്ചിട്ട് ഇപ്പം കിട്ടുന്നുള്ള രീതിയിൽ വലിച്ച് പറിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അതൊരു വലിയ കടയായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചേ അതൊറ്റ കടയായിട്ട് ഇങ്ങനെ എടുക്കാം, അപ്പോൾ കാണിക്കാമല്ലോ എന്നൊക്കെ വെച്ച്. പക്ഷെ അതാകെ പൊട്ടി പൊളിഞ്ഞു പോയി. അങ്ങനെ ഒരു കട പറിക്കുന്നത് ഞാൻ എടുത്തോളൂ കേട്ടാ. ബാക്കിയൊക്കെ പറിച്ചു. ദേ ഇത്രയും മഞ്ഞൾ നമുക്ക് കിട്ടി. 4.5 കിലോ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു വെയിറ്റ്, ഞാൻ നോക്കിയില്ല. അപ്പം നമുക്കിത് എങ്ങനെയാ മഞ്ഞപ്പൊടി ആക്കണമെന്ന് നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാനൊരു കലത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. വെള്ളം തിളച്ച് വരുന്നതിന് മുന്നേ തന്നെ നമുക്കതിലേക്ക് മഞ്ഞൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ചെയ്യുന്ന മോഡൽ ഇങ്ങനെയാട്ടോ, വെള്ളത്തേക്ക് മഞ്ഞൾ ഇട്ടിട്ട് തിളപ്പിച്ചെടുക്കണം ചെയ്യുക. പല മോഡലിലും ചെയ്യണ കണ്ടിട്ടുണ്ട്. ആവി കയറ്റിയെടുക്കും, വെള്ളം തിളച്ച് വരുമ്പോൾ അതിൻ്റെ മുകളിൽ സ്റ്റീം പോലെ വെച്ചിട്ട് ആവി കയറ്റിയെടുക്കും. പിന്നെ അടിയിൽ മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ മുകളിലൊക്കെ മഞ്ഞൾ ഇട്ടിട്ട് നമ്മുടെ ചാക്കില്ലേ, ചണച്ചാക്ക് ഇട്ട് മൂടി അങ്ങനെ വേവിച്ചെടുക്കണം കണ്ടിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്, വെള്ളത്തിലേക്ക് ഇടും. വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു 45 മിനിറ്റൊക്കെ നല്ലതുപോലെ മഞ്ഞൾ വേവിക്കും. ഇങ്ങനെ വേവിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറുക്കുമിനാ അതിൻ്റെ ഗുണങ്ങളൊന്നും കുറയില്ല കേട്ടോ. എല്ലാവരും വിചാരിക്കും വെള്ളത്തിലിട്ട് വെട്ടി തിളപ്പിക്കല്ലേ അപ്പം അതിൻ്റെ ഗുണമൊക്കെ പോകുന്നു. പക്ഷെ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. ഞാൻ എല്ലാ കൊല്ലം ഇങ്ങനെയാണ് ചെയ്ത് വെക്കാറ്. നല്ല പെർഫെക്റ്റ് മഞ്ഞപ്പൊടി തന്നെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വെട്ടി തിളപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു 45 മിനിറ്റ് തിളപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ വേവ് നോക്കാനായിട്ട് ഒരു ഈർക്കിളി എടുത്തിട്ട് ആ മഞ്ഞൾ ഇങ്ങനെ കയ്യിലെടുത്തിട്ടാ സ്പൂണിലെടുത്തിട്ട് അങ്ങനെ ഒന്ന് കുത്തി നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഇറങ്ങിപ്പോവും. സാധാരണ പച്ചമഞ്ഞളാണെങ്കിൽ കുത്തിയിട്ടുണ്ടെങ്കിൽ ഇത്തിരി ഇങ്ങനെ ബലം കൊടുക്കണം, എന്നാലത് ഈർക്കിളി ഇറങ്ങുള്ളൂ. ഇതിങ്ങനെ കുത്തുമ്പോഴേക്കും വേഗം ഈർക്കിളി ഇറങ്ങിപ്പോണ് കണ്ടാൽ നമുക്കറിയാം മഞ്ഞൾ വെന്തിട്ടുണ്ടെന്ന്. നമ്മുടെ ഭക്ഷണത്തിലൊക്കെ മഞ്ഞപ്പൊടി ചേർത്ത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അണുബാധകളെയൊക്കെ ചേർക്കാൻ സഹായിക്കുന്ന എല്ലാവർക്കും അറിയാലോ. അതുപോലെ തന്നെ ചർമ്മ സംരക്ഷണത്തിനും നല്ലതാണ് നമ്മുടെ മഞ്ഞപ്പൊടി. മുഖക്കുരു തടയാനും സഹായിക്കും, മുഖത്തിന് തിളക്കം വരാനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞൾ ദഹനത്തിനും സഹായിക്കും കേട്ടോ. വായു മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളില്ലേ, അത് പരിഹരിക്കാനായിട്ട് മഞ്ഞളിൻ്റെ വെള്ളമൊക്കെ കുടിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. പച്ചമഞ്ഞൾ വെള്ളമൊക്കെ ഉണ്ടാക്കി കുടിച്ചാൽ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മഞ്ഞളിലെ കുർക്കുമിനില്ലേ, അത് ക്യാൻസറിൻ്റെ കോശങ്ങളുടെ വളർച്ചയെ തടയുന്നതിനും സഹായിക്കും. അപ്പം എല്ലാവരും എന്നും കഴിക്കണ ഏതെങ്കിലും ഒരു ഭക്ഷണത്തിൽ മഞ്ഞൾ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. ഇത് അതിനുശേഷം ഒരു 5 ദിവസം ഉണക്കി ഞാൻ എൻ്റെ മിക്സിയിൽ തന്നെ പൊടിച്ചെടുത്തേട്ടാ മഞ്ഞപ്പൊടി.